എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾക്കിപ്പോ ഒരു ഇലക്ഷൻ ആയിട്ടുണ്ട്, പാർലമെന്റ് ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, നമുക്ക് വോട്ട് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണോന്ന്. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ, ഓടിച്ചൊന്നും കളയാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അങ്ങ് ഡൽഹിയിൽ വലിയ ഭരണമാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഭൂരിഭാഗം ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എന്നാലും നമ്മളുടെ MP, അതായത് ഡൽഹിയിൽ പാർലമെന്റിൽ നമ്മളുടെ ആവശ്യങ്ങൾ ആര് സംസാരിക്കും, നമ്മളുടെ പ്രശ്നങ്ങൾ ആര് സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള വോട്ടാണിത്. അപ്പോൾ അത് ഉറപ്പായിട്ട് ചെയ്യാണ്ടിരിക്കരുത്. ഇപ്പൊ പല ആൾക്കാരും വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും വോട്ട് ചെയ്യണം. നമ്മൾ വലിയ ഭരണമാറ്റമൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ MP ആരാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും മെയിൻ ആയുധം തള്ളാണ് മെയിൻ സാധനം. അപ്പൊ തള്ളിലല്ല, പ്രവൃത്തിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിലാണ് കാര്യമൊന്നും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും മാത്രമല്ല, ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് ജനങ്ങൾ അറിയുക തന്നെ വേണം കാര്യങ്ങളെല്ലാം. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയാണ്. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം വേണം. പിന്നെ നമ്മൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പായിട്ടും വേണം. ജനങ്ങളുടെ അഭിപ്രായം ഭരണകൂടം കേൾക്കണം. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒരു ജനാധിപത്യ സംവിധാന പ്രകാരം ഭരണകർത്താക്കൾ ഭരിക്കേണ്ടത്. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടി ആയിരിക്കണം. അപ്പൊ ജനങ്ങൾക്ക് അത് നന്മയല്ലാതെ തോന്നിയ ജനങ്ങൾ അതാണ് നന്മ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം. അത് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്. അതാണ് നന്മ, അതാണ് ശരിയായ രീതി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതലയും ഭരണകർത്താക്കൾക്കുണ്ട്. അടിച്ചമർത്തുകയല്ല വേണ്ടത്, ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അവരെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടല്ലോ ഭയങ്കരമായ ഒരു സംഭവമാണ്. അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നേതാവ്, ആ നേതാവ് തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് വേണ്ടിയല്ല ഭരിക്കണം. ഇന്ന് പലരുടെയും ചിന്താഗതിയും പല ഭരണകർത്താക്കളും അങ്ങനെയാണ്. അതായത് തങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അങ്ങനെയല്ല സത്യത്തിൽ വേണ്ടത്. തെരഞ്ഞെടുക്കുന്ന പരിപാടിക്ക് മാത്രമേ വോട്ടും അല്ലെങ്കിൽ കക്ഷികളും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇപ്പൊ ഒരു പാർട്ടിയുടെ ആളാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിട്ടല്ല ഭരിക്കേണ്ടത്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും എതിർത്ത് വോട്ട് ചെയ്തവർക്കും എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ജനാധിപത്യം. അങ്ങനെയാണ് ഭരിക്കേണ്ടത്. പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അതെല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ആണെന്ന് പറഞ്ഞാൽ പോലും അത് അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇവിടുത്തെ പാർട്ടികളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പ് വോട്ടേഴ്സിന് ഒന്ന് കാണാം. പൗരന്മാരെന്നൊന്നും ഞാൻ പറയണില്ല. പൗരന്മാർക്ക് കുറെ കർമ്മങ്ങളും ഒരു ഇതൊക്കെ ഉണ്ട്. പൗരനാവണമെങ്കിൽ ഞാനടക്കം നല്ല പൗരനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം പ്രതികരിക്കേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസപ്രകാരം പ്രതികരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. നമ്മൾ പലരും പ്രതികരിക്കുന്നില്ല. ഞാൻ തന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ എങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നിയത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ അടിച്ചമർത്തൽ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പ്രതികരണം ഉറപ്പായിട്ടുണ്ടാവും. അതിപ്പോ നമ്മൾ പഴയ കാലം തുടങ്ങി എവിടെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പല വിപ്ലവങ്ങളും ഉണ്ടായത്. ഇവിടെയും ഇപ്പൊ അടിച്ചമർത്തൽ കൂടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനിയും ഇതേപോലെയുള്ള ആൾക്കാരുടെ പ്രതികരണം ഉണ്ടാവും. ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്ത്യയിലൊട്ടാകെ നോക്കിയാലും കേരളത്തിൽ മാത്രമായിട്ട് നോക്കിയാൽ പോലും ഒരു 10 കൊല്ലം മുമ്പുള്ള ജീവിത സാഹചര്യവും അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും 10 കൊല്ലത്തെ അപേക്ഷിച്ച് ഇപ്പൊ പിന്നെ കുറഞ്ഞ് മോശമായുള്ള രീതിയിലായെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലം മുമ്പൊക്കെ കുറച്ച് നമുക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഖ്യമന്ത്രിനെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വിമർശിക്കുകയും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരും തലയൊന്നും ഹെൽമെറ്റിന് അടിച്ച് പൊട്ടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ, രക്ഷിച്ചതാണെന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലുള്ള ഒരു രക്ഷിക്കലായി പോയതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോ നേതാവിനെ ഒറ്റപ്പെടുത്തുകയും ബാക്കി അണികളടക്കം, അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനം. അതായത് വോട്ട് ചെയ്ത് ജയിച്ച് മന്ത്രിയാക്കണതൊക്കെ പാർട്ടിയുടെ ആൾക്കാരും ജനങ്ങളെല്ലാം കൂടി തന്നെയാണ്. പക്ഷെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ ആളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ തിരുത്തേണ്ട ഒരു അവസ്ഥ ഈ പാർട്ടിക്കാരുടെയൊക്കെ തന്നെയാണ് സത്യത്തിൽ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ പാർട്ടിക്കാരും എല്ലാം കൂടെ ഈ നേതാവിനെ സംരക്ഷിക്കുകയും നേതാവ് തിരിച്ച് ഇവരെ സംരക്ഷിക്കുകയും അങ്ങനെ ആ പാർട്ടി ഒരു വിഭാഗവും ബാക്കി ജനങ്ങൾ എന്താണ് ശത്രുക്കളും, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ അപകടകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ പാർട്ടികളുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ വോട്ടേഴ്സ് ഉണ്ടല്ലോ, വോട്ടേഴ്സിനെ തന്നെ നമുക്കൊന്ന് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് അടിമകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ കൊടിയുടെയോ ഒരു ചിഹ്നത്തിന്റെ അടിമകളായിരിക്കും അവര് സത്യത്തിൽ അവര് തന്നെ വിചാരിച്ചു വെച്ചേക്കണതും ഇവരെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കണതും ഇവരെന്തോ ഭയങ്കര പൗരന്മാരാണെന്നാണ്. സത്യത്തിൽ ഇവന്മാര് പൗരന്മാരെന്നുള്ള അടിമകൾ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു പൗരന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണ സംവിധാനത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ ഇവന്മാർക്ക് ഉപദ്രവമുള്ള കാര്യമാണെങ്കിൽ പോലും, ഉപകാരം പോട്ടെ, ഉപകാരമില്ല ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു പ്രവണത ഇന്ന് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് അടിമത്തമാണത്. അത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തത് സാധാരണ വോട്ടർമാർ. ഈ വോട്ടർമാരാണ് സത്യത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും വലിയ ജൈവിളിയും ഒന്നും ഇല്ലാത്ത ആൾക്കാർ, എന്നെ പോലെയുള്ള ആൾക്കാർ. ഇവരാണ് സത്യത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കണം. കാരണം ഇന്നിപ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ നാളെ ചിലപ്പോ
അടുത്തൊരു ഇലക്ഷന് ചിലപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യും, ചിലപ്പോൾ BJP വോട്ട് ചെയ്യും, ചിലപ്പോൾ സ്വതന്ത്രം വോട്ട് ചെയ്യും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറണതുകൊണ്ടാണ് ഭരണം മാറ്റങ്ങൾ ഇവിടെ നാട്ടിൽ സംഭവിക്കുന്നത്. ജനാധിപത്യത്തിൽ ഇതാണ് വേണ്ടത്. ഇപ്പൊ കോൺഗ്രസിന്റെ പാർട്ടി ആ നേതാവ് ശരിയല്ല, അല്ലെങ്കിൽ അയാള് തെറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിക്ക് ഭരണം കൊടുക്കണം. മറ്റൊരു പാർട്ടിയിലെ ഭരണം ഏൽപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാറ്റി ചിന്തിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വേണം. അതില്ലാന്നുണ്ടെങ്കിൽ ജനാധിപത്യം കൊണ്ട് വലിയ കാര്യമില്ല. മൂന്നാമതൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അവര് എന്താന്ന് വെച്ചാൽ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല, ജനാധിപത്യ വിശ്വാസികളാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ ഒരു താല്പര്യമില്ല. വോട്ട് ചെയ്താന്ന് വെച്ചാൽ വോട്ട് ചെയ്തില്ല, ഞാൻ അതിന് വോട്ട് ചെയ്യണത്, അതാണ് അവരുടെ മറുപടി. വോട്ട് ചെയ്തിട്ട് എന്തായാലും എല്ലാം കള്ളന്മാരാണ്. സത്യമാണ്, ഇന്ന് വരെ ഉള്ളവരെല്ലാവരും കള്ളന്മാരാണ്. പക്ഷെ അതിൽ മെച്ചപ്പെട്ട ആൾക്കാരെ ഭരണം ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായം ജനാധിപത്യത്തിൽ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ ആരും വോട്ട് ചെയ്യണതിൽ നിന്ന് ഉറപ്പായിട്ടും മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും വോട്ട് ചെയ്യണം. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ശരിയാക്കി ഒരു വോട്ട് സംഘടിപ്പിച്ച് വോട്ട് ചെയ്യാൻ പോണം. കാരണം അത് ഈ ഒരു സംവിധാനത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ടിനെ ഒന്ന് പറയാം, ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പാർട്ടി ഏതാണ്, ആദ്യം പറഞ്ഞ വിഭാഗം ഏതാണ്? അടിമകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാര് ഒരു കൊടിയുടെയോ ചിഹ്നത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെയൊക്കെ അടിമകളായിരിക്കും ഫുൾ ടൈം. അത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇവന്മാരുടെ വിചാരം ഇവന്മാരാണ് ഈ ഇന്ത്യനെ താങ്ങി നിർത്തണേന്നാണ്. തെറ്റിദ്ധാരണയാണത്. അത് സത്യത്തിൽ ജനാധിപത്യ വിരോധികളാണ് ഉമ്മാരി. ഈ ജനാധിപത്യ വിശ്വാസപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നേതാവ് തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ പ്രവർത്തിക്കുന്നവനാവണം ശരിക്കും പണി. അപ്പൊ നേതാവ് ആ തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ നാളെ അങ്ങനത്തെ തെറ്റ് ചെയ്യാൻ ഭയക്കും. അത് ഇന്നും ഒരു പാർട്ടിയിലും ഇല്ല. ഇപ്പൊ 3 പാർട്ടി എടുത്തോ, BJP എടുത്തോ, കോൺഗ്രസ് എടുത്തോ, കമ്മ്യൂണിസ്റ്റ് എടുത്തോ, ഒരു പാർട്ടിയിലും അങ്ങനത്തെ ഒരു കീഴ്വഴക്കം ഇല്ല. ഇവരുടെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം തന്നെ. അതാണ് രാവിലെ ഡ്രസ് ഇട്ട് ഇറങ്ങണത് തന്നെ ഇവരുടെ പാർട്ടിനെ. ഇവർക്ക് രാജ്യത്തിന്റെ നിലനിൽപ്പോ രാജ്യത്തിന്റെ നന്മയോ ജനത്തിന്റെ നന്മയോ ഒന്നും അല്ല പ്രശ്നം. തങ്ങളുടെ പാർട്ടി രക്ഷപ്പെടണം, തങ്ങളുടെ പാർട്ടി നേതാവിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതിനുവേണ്ടി തല്ലേ കൊല്ലേ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ അടിമകൾ. അവന്മാർ ഈ സത്യത്തിൽ ഈ നാടിന്റെ നന്മക്കല്ല, ദുരന്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവരെ തിരുത്താൻ ഇപ്പൊ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒന്നും പറ്റൂല. അവര് അത് അങ്ങനെ ആയിപ്പോയത്. അത് ഈ പറഞ്ഞ പോലെ സ്കൂളിലോ കോളേജിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ അതിന്റെ അകത്ത് രക്ഷപ്പെട്ട് മാറിപ്പോകും. ചെറുപ്പത്തിലെ തന്നെ ആ ഈ സാധനം ഫീഡ് ചെയ്ത് കയറ്റുന്നതാണ് അവന്മാർ. അടിമത്തം കയറ്റി അവർ അങ്ങനെ സെറ്റ് ആയി പോകും. ഇനിയിപ്പോ അവന്മാരെ മാറ്റൽ പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവസ്ഥയിലേക്ക് അവന്മാർ എത്തിക്കഴിഞ്ഞ് അവർക്ക് അത് തെറ്റാണെന്നും മനസ്സിലാക്കാനും പറ്റൂല, ഉൾക്കൊള്ളാനും പറ്റൂലാത്തൊരു അവസ്ഥയിലായി. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള രാഷ്ട്രീയ അടിമത്തത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. പെട്രോളിന് വില കൂടിയപ്പോ ഒരു കുഴപ്പമില്ല, തങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നല്ലതാണ് പെട്രോളിന് വില കൂടിയത്, ശൗചാലയം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ സമാധാനിക്കണ കുറെ ആൾക്കാരുണ്ട്. എന്ത് പറയാനാണെന്ന് മനസ്സിലാവുള്ള. ഈ ആൾക്കാരെ പിഴിഞ്ഞുകൊണ്ടല്ല ശൗചാലയമായാലും എന്ത് സാധനമായാലും ഉണ്ടാക്കേണ്ടത്. ഗവൺമെന്റ് വളരേണ്ടതും എല്ലാം പല സംവിധാനങ്ങളുണ്ട്. ടാക്സ് ഒക്കെ ചെയ്ത് ജനങ്ങളെ പിഴിഞ്ഞ് അവർ ആകെ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ജീവിച്ചു പോകണം എല്ലാവരും. ഇപ്പൊ ഇത്രയും കാശ് കൊടുത്ത് പെട്രോൾ അടിച്ച് നമ്മള് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ നഷ്ടത്തിൽ ഓടണം. ഇതൊക്കെ ലാഭത്തിൽ ഓടിക്കട്ടെ. അപ്പൊ ഈ കട്ടും മോഷണമൊക്കെ നിർത്തിയാൽ മതി. കുറച്ച് ഈ കള്ളത്തരങ്ങളുണ്ടല്ലോ അതൊന്ന് പകുതിയാക്കിയാൽ തന്നെ നഷ്ടം മാറി കിട്ടും. അങ്ങനെ മാറിയ ചരിത്രം ഉണ്ട് ഇന്ത്യയിൽ തന്നെ. പല ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ ഈ കൊള്ളലാഭവും കള്ളത്തരങ്ങളും ഈ അഴിമതിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോ ലാഭത്തിലോടുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഇപ്പൊ ഞാൻ ഇവരുടെ ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതൊന്ന് പെട്രോളിന്റെ രണ്ടാമത്തെ ഈ അടിമകളുടെ ഒരു ഡയലോഗ് ആയിട്ടുണ്ട്. അതായത് ഡോളറിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോ ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറഞ്ഞപ്പോ ചില ഏത് പാർട്ടിയാണെന്ന് അറിയാലോ, താമരയുടെ അടിമകൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സംഭവമാണ്. എന്റെ വേണ്ടപ്പെട്ട ഒരാള് ഗൾഫിലുണ്ടായിരുന്നു. അയാളുടെ സാലറി ഉയർത്താൻ നമുക്ക് മോദിക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റൂല, ഇത് എന്റെ ആൾ ഇവിടെ ഉണ്ട്, അപ്പൊ ഇന്ത്യക്കാരന്റെ സാലറി കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോദി എന്ത് ചെയ്ത്, മോദി നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം അങ്ങ് കുറച്ച്. അപ്പൊ ഒരു ഡോളർ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ അവന് 60-65 രൂപ കിട്ടിക്കൊണ്ടിരുന്ന വെച്ച സ്ഥാനത്ത് 85 രൂപ 80-85 രൂപ കിട്ടും. അപ്പൊ ഭയങ്കര ലാഭമല്ല. അവന്റെ സാലറി കൂടിയതുപോലെ ചെയ്യുന്നു. എന്റെ പൊന്ന് അടിമകളെ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ അത് 100 രൂപയായിട്ടും 60 രൂപ കൊടുത്താൽ കിട്ടണ സാധനം 150 രൂപ വിലയണ അവസ്ഥയാവും. അങ്ങനെ വരുമ്പോ അപ്പൊ പിന്നെ 100 രൂപ കിട്ടിയിട്ട് അവന് വല്ല കാര്യം ഉണ്ടാവും? കാശ് കൂട്ടിയിട്ടാ നമുക്കത് ഇവിടെ വരുമ്പോ ആ കൊടുക്കണ കാശിന് അത് എന്തെങ്കിലും സാധനം കിട്ടുമ്പോഴല്ലേ, കൂടുതൽ സാധനങ്ങൾ കിട്ടുമ്പോഴല്ലേ നമുക്കതൊരു ലാഭകരമാവുള്ളൂ. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇവന്മാരുടെ തലയിൽ ഇല്ല എന്നുള്ളതാണ്. ഇവന്മാരെ മീറ്റിങ്ങിനൊക്കെ ക്ലാസ് കൊടുത്ത് ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നണം. എല്ലാ ഇവന്മാരും ഇങ്ങനത്തെ വർത്താനമാണ് പറയണത്. ഇവന്മാരെ ഫീഡ് ചെയ്ത് വിടണേ. ഇവന്മാർക്ക് സ്വന്തമായിട്ട് ഇത് അങ്ങോട്ട് തലയിൽ കയറിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ഇത് മാറൂല. ഇതങ്ങാട് മണ്ടത്തരമാണെങ്കിലും അടിച്ചങ്ങ് തലയിലോട്ട് കയറ്റി കൊടുത്ത് വിട്ടേക്കണം. ഇവന്മാർക്കാണെങ്കിൽ ഇനി അത് മാറ്റി ചിന്തിക്കാനുള്ള ബോധവുമില്ല. അതുകൊണ്ടാണ് ഇവന്മാർ അടിമയെന്ന് വിളിക്കണത്. അതുപോട്ടെ. അപ്പൊ അത് മാറൂല. അങ്ങനത്തെ കുറെ അടിമകളുണ്ട്. ഇതൊരു സത്യം. ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഭയങ്കര വർഗീയതയും കൂടി ഉണ്ട് കൂടെ. വർഗീയത നല്ല ടൈപ്പ് കൂടി നിൽക്കണ ഒരു സെറ്റപ്പാണ് BJPക്ക് ഉള്ളത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആ പാർട്ടിനോട് അകത്തി നിർത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, വർഗീയത. ഇവന്മാര് വർഗീയമല്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്താലും പത്രത്തിൽ വന്നാലും എന്തായാലും ഇവന്മാർക്ക് ഹിന്ദു പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇവന്മാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ബാക്കിയുള്ള മതങ്ങളെ അടിച്ചു താഴ്ത്തി അവരെ കുത്തന ടൈപ്പുള്ള പ്രസംഗമാണ് ഇവര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. അതില്ലെന്ന് ഇവന്മാര് വെറുതെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ പറഞ്ഞ BJPയുടെ മാത്രം പ്രശ്നമല്ല കേട്ടാ. നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമുള്ള, ഇവിടത്തെ കേരളം ഭരിക്കുന്ന നമ്മുടെ പാർട്ടി ഉണ്ടല്ലോ,
ആ പാർട്ടിയുടെ അടിമത്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഈ പാർട്ടി തന്നെ രൂപം കൊണ്ട് വളർന്നു വന്നത് എങ്ങനെയായിരുന്നു? അന്ന് വരെ ഉണ്ടായിരുന്ന സാമൂഹിക അനീതികൾക്കെതിരെ ശബ്ദമുയർത്തി, അന്നത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തി വളർന്നു വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതല്ലാണ്ട് പ്രതികരിക്കാണ്ട്, പ്രതികരണ ശേഷി ഇല്ലാണ്ട് അന്നത്തെ ഭരണകൂടത്തിന്റെ കൂടെ ഒട്ടി നിന്ന് വളർന്നു വന്നവരൊന്നുമല്ല. ഒരുപാട് പ്രക്ഷോഭത്തിലൂടെയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങനെ ഭയങ്കര ഗ്രൗണ്ട് ലെവലിൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്ന, അന്ന് ഒരുപാട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന നേതാക്കളും ഉണ്ടായിരുന്നു, അണികളും ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ന് അവരുടെ അവസ്ഥ ശോചനീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാർട്ടി ഉണ്ടാവുമെന്ന് വരെ തോന്നിപ്പോണ അവസ്ഥയിലോട്ട് അതപ്പതിച്ചിരിക്കുകയാണ് അവർ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. അവരുടെ പാർട്ടി ഒരിക്കലും ഉണ്ട്, ശരിക്കും അണികൾ തന്നെ ശബ്ദമുയർത്തേണ്ട ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഈ നേതാവ് തെറ്റ് ചെയ്ത അണികൾ തന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു സംവിധാനമാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, അതൊക്കെ പോയി. ഇപ്പൊ അണികളും മിണ്ടുകയില്ല, മിണ്ടണ ആൾക്കാർ അണികൾ തല്ലിക്കൊല്ലുകയും ചെയ്യും. പ്രതികരണത്തിലൂടെ അന്നത്തെ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി വളർന്നു വന്ന ഒരു പാർട്ടി ഇപ്പൊ അവരുടെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഒന്നില്ലെങ്കിൽ പാർട്ടി അണികൾ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് തല്ലിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ കൊടുക്കും. എങ്ങനെയായാലും അവന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആ അവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയി. ഇപ്പൊ നല്ല നേതാക്കളും നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ എന്ത് പറ്റിയെന്ന് പോലും അറിയാൻ പാടില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇവര് ആ പാർട്ടിക്കാരും ആ സംവിധാനമൊക്കെ വേറെ എന്തൊക്കെയോ ഒക്കെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു വളരെ മോശം സിറ്റുവേഷനിലേക്ക് മാറിപ്പോയ ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇവർ പണ്ട്. പിന്നെ നമ്മുടെ ഇ.കെ. നായനാർ സാറൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന വെച്ചപ്പോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പുള്ളിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഇപ്പോഴും പുള്ളിയുടെയൊക്കെ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, പഴയതാണ്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്ത് രസകരമായിട്ടാണ് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണത്. പുള്ളിയുടെ ഫോണിൽ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. തമാശയാണ്, നമ്മളൊരു കൂട്ടുകാരോട് സംസാരിച്ചിരിക്കണ പോലെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഉണ്ടല്ലോ, പുള്ളി എപ്പോഴും പറയണ ഒരു കാര്യമാണ്, അതായത് ആൾക്കാർ പ്രതികരിക്കണം. പാർട്ടിക്കാരും ഇപ്പൊ ഭരണ സംവിധാനം ഒരു തെറ്റ് ചെയ്താല് പാർട്ടിക്കാരും അല്ലെങ്കിൽ അണികളും പിന്നെ ജനങ്ങളും ഒക്കെ ശക്തമായിട്ട് പ്രതികരിക്കണം. അങ്ങനെയാണ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുകയും അത് തിരുത്താനുള്ള സാഹചര്യം കിട്ടുള്ളൂ എന്ന് പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഇപ്പോഴത്തെ ആൾക്കാർ അതൊക്കെ ഒന്ന് കേൾക്കണം. ആ ഇന്റർവ്യൂ എങ്കിലും ഒന്ന് കേട്ടിട്ടുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ എന്താണ് റോൾ മോഡലാണല്ലോ ഇദ്ദേഹമൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം ഉമ്മാരി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രതികരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പാർട്ടിക്കെതിരെ ഇപ്പൊ പ്രതികരിച്ച് എന്തായിരിക്കും സംഭവിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. കറുത്ത വസ്ത്രം ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന പോലും എനിക്ക് സംശയമുണ്ട്. അത്രക്ക് മോശമായി പോയി ഇപ്പൊ പല ഭരണ സംവിധാനങ്ങളും പാർട്ടികളും. പിന്നെ ഒരുപാട് ചരിത്രം പറയാനുള്ള, ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പാർട്ടി കോൺഗ്രസ്. വളരെ വളരെ ബഹുമാനപൂർവ്വം എല്ലാ ഇന്ത്യക്കാരും നെഞ്ചിലേറ്റിയ ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അവർക്ക് ഇപ്പൊ പ്രതികരണ ശേഷി എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, പ്രതികരിക്കാനുള്ള ഉറപ്പ് അവർക്ക് അവിടെ ഒരു സ്ട്രെങ്ത് ഇല്ലെന്ന് പറയാൻ വേണമെങ്കിൽ. കേന്ദ്രത്തിലൊക്കെ ചെന്ന് ഇപ്പൊ പാർലമെന്റിലൊക്കെ ചെന്ന് മിണ്ടാൻ പറ്റൂല, കംപ്ലീറ്റ് ബിജെപിക്കാർ. അപ്പൊ മിണ്ടാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിച്ച്. വലിയ ഡയലോഗ് അടിക്കാനുള്ള സ്കോപ്പ് അവർക്ക് അവിടെ ഇല്ല. കേരളത്തിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടല്ലോ. ഈ എന്തെങ്കിലും കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല മാറി വി ഡി സതീശനായപ്പോൾ ആകെ കൂടെ ഉണ്ടായ ഒരു ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ 3-4 മാസം ഡയലോഗ്സ് കേൾക്കാൻ പറ്റും. സത്യം പറഞ്ഞ പുള്ളി ആദ്യം വന്നപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം ഇനിയെങ്കിലും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവുമെന്ന് വെറുതെ വ്യാമോഹിച്ച്. മാസം ഡയലോഗ് അല്ലാണ്ട് വലിയ റിസൾട്ട് ഒന്നും നാളെ ഇതുവരെ കിട്ടിയതായിട്ട് എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അഴിമതി ഉണ്ടാവുമ്പോൾ 4 മാസം ഡയലോഗ് അടിക്കും. അതല്ലാണ്ട് റിസൾട്ട് ഒന്നുമില്ല. ആ പ്രശ്നം തിരുത്തപ്പെടുകയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുകയോ അങ്ങനത്തെ ഒരു ലെവലിലേക്കൊന്നും ഉയരാൻ നമ്മുടെ ഈ പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പല അഴിമതികൾ ഇവിടെ പറഞ്ഞ്, അതായത് AI ക്യാമറയൊക്കെ വെച്ചപ്പോൾ കോടികളുടെ അഴിമതി ഉണ്ടാക്കിയേക്കണം. എന്നിട്ട് അതിനെതിരെ ഇതാക്കി ഒരു കേസാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. അങ്ങനെ എന്തോരം കേസുകൾ, നമ്മൾക്ക് വളരെ വ്യക്തമായ കേസുകൾക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോട് മുട്ടി നിൽക്കാനുള്ള ഒരു ആംബിയർ ഇല്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് അതപ്പതിച്ച്. അല്ലെങ്കിലും നല്ല പ്രതിപക്ഷ പാർട്ടി എപ്പോഴും എനിക്ക് തോന്നിയേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറൊക്കെ ഇതായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ പുണ്യപ്പെട്ട ഭരണകർത്താവായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കണ ആ സമയത്ത് പോലും VS അച്യുതാനന്ദൻ സാറായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ്. എന്ത് സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു ഈ VS അച്യുതാനന്ദൻ സാറിനൊക്കെ കണ്ടൊന്ന് പഠിക്കണമല്ലാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ. അത് ഇത്തിരി ഓവറായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അന്നെങ്കിൽ കഴിഞ്ഞാൽ പറയും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഒരാളായിരുന്നു. അറിയാലോ ഇവര് എന്തൊക്കെ അഴിമതി എന്തൊക്കെ കാണിച്ചാൽ ഇതുവരെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള നട്ടല്ലുറപ്പുള്ള ഒരു നേതാവ് ഈ പാർട്ടിയിൽ ഉണ്ടാന്ന് തോന്നിപ്പോണ വിധത്തിൽ അതപ്പതിച്ചു പോയി. ഇപ്പൊ BJPയിൽ നമുക്ക് വലിയ പ്രതീക്ഷയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറഞ്ഞല്ല, കമ്മ്യൂണിസം ഒക്കെ നല്ലതാണെങ്കിലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എന്ന് ചോദിക്കേണ്ടി വരും. കോൺഗ്രസിന്റെ കാര്യം ലോകശോകം. പിന്നെ ആകെ കൂടെ രാജ്യത്ത് മൊത്തത്തിൽ ഒരു പ്രതീക്ഷ തന്നെ ഒരു പാർട്ടിയാണ് AAP, ആം ആദ്മി പാർട്ടി. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ ആദ്യം തുടങ്ങി, അവർ നല്ല രീതിയിലുള്ള ഭരണം അവിടെ കാഴ്ചവെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ
അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സംസ്ഥാനത്തെ ആൾക്കാർ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും ആ ഒരു പാർട്ടി നമ്മളുടെ സംസ്ഥാനത്തേക്ക് വന്ന് നമ്മളെയും ഭരിച്ചിരുന്നെങ്കിലും ഒന്ന്. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ അവർ ഡൽഹി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ പഞ്ചാബ് പിടിച്ചു. പഞ്ചാബിലും നല്ല നേട്ടങ്ങൾ അവർ കൊയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇലക്ഷൻ ആയ സമയത്ത് അവർക്കെതിരെ ഇപ്പൊ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നേക്കണം. ഇത് ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇലക്ഷനൊക്കെ അടുത്തപ്പോഴത്തേക്കും അവരെ ഒന്ന് പേടിപ്പിക്കാനും ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒന്ന് അലമ്പാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ ഇതുവരെ. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലുണ്ട് ഒരു നല്ല ഉദാഹരണം. അത് വേറെ ഒന്നുമല്ല, കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ ഒരു എന്താണ് പറയണത്, നമ്മുടെ ഒരു പ്രതീക്ഷയുടെ ഒരു ഘട്ടം. അതായത് 2020 ഒരു കിഴക്കമ്പലം പഞ്ചായത്തില ഒരു മെമ്പറിൽ നിന്ന് തുടങ്ങിയ കളിയാണ് അവരുടെ. ആദ്യം അവർ ഇലക്ഷനിൽ നിന്ന് ഒരു മെമ്പർ ആയ ആ പഞ്ചായത്തിൽ ആ മെമ്പർ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ പിന്നത്തെ ഇലക്ഷന് ആ പഞ്ചായത്ത് മൊത്തത്തിൽ 2020 പിടിച്ച്. അത് വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് പിടിച്ചത്. നിസ്സാര ഭൂരിപക്ഷത്തോടുകൂടിയൊന്നുമല്ല, വൻ ഭൂരിപക്ഷത്തോടുകൂടി ആ പഞ്ചായത്ത് അങ്ങ് പിടിച്ച്. ആ പഞ്ചായത്ത് അവർ പിടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് നഷ്ടത്തിലായിരുന്നു ഓർക്കണം. പിന്നീട് അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ അവർ വേറെ ഒന്നും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തല്ല, അഴിമതി അങ്ങനെയുള്ള പരിപാടികൾ അങ്ങോട്ട് ഒഴിവാക്കി. അഴിമതിയും പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിട്ട് കൈയിട്ട് വരണ പരിപാടിയും അങ്ങനെയുള്ള ഉടായ്പൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞപ്പോ ലാഭത്തിലാണ് ഇപ്പൊ അത്. അതായത് നഷ്ടം നികത്തി അത് കഴിഞ്ഞ് കടമൊക്കെ വീട്ടി ബാക്കി എല്ലാം സെറ്റപ്പായി. ഇപ്പൊ ഒരുപാട് കാശ് നീക്കിയിരിപ്പുള്ള ഒരു പഞ്ചായത്താണ്. കേരളത്തിൽ അങ്ങനെ ലാഭത്തിലോടണം വേറെ പഞ്ചായത്ത് ഇല്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത്രയും നമ്മളിപ്പോ ഏത് ഗവൺമെന്റ് സാധനമാണെങ്കിലും നഷ്ടത്തിലാണല്ലോ. അതായത് 100 രൂപ വിൽക്കണ മദ്യം 1200 1300 രൂപക്കാണ് വിൽക്കണത്. എന്നിട്ട് ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. അപ്പൊ പിന്നെ ഇവര് എന്ത് ബിസിനസ് തുടങ്ങിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് സാധനം പുതിയതായിട്ട് കൊണ്ടുപോയി ഇപ്പൊ കേരളയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാണ്. എനിക്ക് അതിന് അഭിപ്രായമില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? എനിക്ക് സ്പീഡിൽ മറ്റേ കാസർഗോഡും തിരുവനന്തപുരത്തും പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നഷ്ടത്തിലെ ഓടുള്ളൂ. ഇവന്മാർക്ക് ഇത് റൺ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരു മോൻ നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ബിസിനസ് ഇട്ട് കൊടുത്തു, അത് നഷ്ടത്തിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നഷ്ടം നമ്മളുടെ ഇന്ന് കാശ് കൊടുത്തു, നമ്മൾ പണിയെടുക്കുന്ന കാശ് എന്നായിരിക്കും മോന് ചെലവിന് കൊടുക്കണം. ബിസിനസ് റൺ ചെയ്യാൻ പിന്നെ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. അവനോട് പോയിട്ട് വേറൊരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ പറയുമോ, എന്റെ പൊന്നുമോനെ ആ ബിസിനസ് പൂട്ടിയിട്ട് വീട്ടിലിരുന്നോ, ഞാൻ ചെലവിന് എന്നുള്ളതെന്ന് പറയുള്ളൂ. അതാണ് ഗവൺമെന്റിന്റെ അവസ്ഥ. പല ബിസിനസ് മാറി ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാത്ത ഒരു സംവിധാനത്തിന് ബിസിനസ് വേണ്ട, വെറുതെ ഇരിക്കണ നല്ലത്. അപ്പൊ അങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഒക്കെ അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഗവൺമെന്റ് ഓടുമ്പോഴാണ് ഒരു പഞ്ചായത്ത് ലാഭത്തിൽ ഓടണത്. അവർക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ, ലക്ഷക്കണക്കിന് രൂപ നീക്കിയിരിപ്പുള്ള ഒരു പഞ്ചായത്തായിട്ട് അവർ വളർന്നു. അങ്ങനെ വളർന്നപ്പോ സമീപ പഞ്ചായത്തുകൾക്ക് കൊതിയായി. ഉറപ്പായിട്ട് നമുക്കാണെങ്കിലും നമ്മുടെ പഞ്ചായത്തും കൂടി ഇവർ ഭരിച്ചാൽ കൊള്ളാൻ തോന്നും. ഈ വിചാരത്തിന്റെ ഭാഗമായിട്ട് സമീപ പഞ്ചായത്തുകൾ കൂടി ഈ 2020 വരികയും ആ പാർട്ടി രൂപം കൊണ്ടു അവരവിടെ ഇലക്ഷനിൽ നിന്നു, അവർ ജയിച്ചു. ഇപ്പൊ സമീപ പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 ആണ്. ഈ ഇലക്ഷന് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളംകാരനാണ്. ഞങ്ങൾക്ക് എറണാകുളംകാർക്കും ചാലക്കുടിക്കാർക്കും ഒരു ഭാഗ്യമുണ്ട്. കേരളത്തിലെ വേറെ ആർക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഇല്ലാത്തൊരു ഭാഗ്യം വേറെ ഒന്നുമല്ല. ഈ ഇലക്ഷന് എറണാകുളത്തും ചാലക്കുടി മണ്ഡലത്തിലും 2020 സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അവർ ജയിച്ചാല് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. അതായത് 2 ആൾക്കാർ 2020 ജയിച്ചിട്ട് കേന്ദ്രത്തിൽ ചെന്നിട്ട് ഭയങ്കര മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല, അത് സമ്മതിക്കുന്നു ഞാൻ. പക്ഷേ ഉണ്ടല്ലോ, ബാക്കിയുള്ളവന്മാർ പോയിട്ട് ഇത്രയും നാൾ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, വെറുതെ പാഴായിട്ടുള്ള വാഗ്ദാനങ്ങൾ തരുന്ന ഒരു പാർട്ടിയല്ല 2020. അവർ പറഞ്ഞാൽ ചെയ്തിരിക്കും. സാബു എം ജേക്കബ്, കിറ്റക്സിന്റെ മുതലാളി എന്നാണ് പുള്ളിനെ പറയണം. ഇപ്പൊ ഇത് പറയുമ്പോഴും മുതലാളിയുടെ കാശ് മേടിച്ചിട്ട് വേറൊരുത്തനും കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. പുള്ളിയുടെ പ്രവർത്തനം കണ്ടിട്ട് നമ്മളെ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തു പോകണം, നമ്മളെ കൊണ്ട് ഇതെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തു പോണ വീഡിയോയാണത്. അത്രക്കും നല്ല കാര്യങ്ങൾ. പുള്ളി സത്യത്തിൽ മര്യാദ ജീവിക്കണമെങ്കിൽ, സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ, കാശ് ഇതിലും കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി മുടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അതായത് അവശ്യ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളൊക്കെ പകുതി വിലക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതിപ്പോ കൂട്ടിയിട്ടൊക്കെയാണ് ഈ രാഷ്ട്രീയ ഇടപെടലൊക്കെ കൊണ്ടിട്ട്. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ, നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കണം? ആ ഒരു അന്തരീക്ഷത്തിൽ നല്ല മാന്യമായിട്ട് നമുക്ക് പകുതി കാശിന് സാധനങ്ങൾ മേടിച്ചിട്ട് വരാവുന്ന സംവിധാനം. എല്ലാവർക്കും കൂടി ചെല്ലാനൊന്നും പറ്റൂല കേട്ടോ. അതിനൊരു ID കാർഡ് ഉണ്ട്. അപ്പൊ ആ പഞ്ചായത്തിലെ ആൾക്കാർക്ക്, ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിലെ ആൾക്കാർ, സമീപ പഞ്ചായത്തുകളൊക്കെ അവർ ഭരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, ആ പഞ്ചായത്തിലെ ആൾക്കാർക്കൊക്കെ ID കാർഡ് ഉണ്ട്. ID കാർഡായിട്ട് ചെല്ലാം, സാധനങ്ങളൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് പോരാ. പകുതി കാശേ ഉള്ളൂ എല്ലാത്തിനും. വളരെ വില കുറവാണ് എല്ലാ സാധനത്തിനും. അതിന്റെ ഒരു ഇതിൽ അവരൊരു മരുന്നുകളൊക്കെ അങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെട്ട് പൂട്ടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് കോടതിയിൽ പോയി അതിന് വേണ്ട അനുകൂല ഇതെടുത്തിട്ട് അത് പിന്നെ തുറന്നു. ഇത് 5-6 കൊല്ലം തുടങ്ങിയതാണ്. ഈ അവശ്യ സാധനങ്ങൾ മേടിക്കണ മാർക്കറ്റ് 5-6 കൊല്ലം ഒന്നുമല്ല, അതിൽ കൂടുതലായിരുന്നു. 5 കൊല്ലമെങ്കിലും തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഒരുപാട് ഇലക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പൂട്ടിയിട്ടില്ല. പക്ഷേ ഈ ഇലക്ഷന് അത് എന്തോ കാര്യമൊക്കെ പറഞ്ഞ് 1 മാസത്തെ വേനലവധിക്ക് കോടതി പൂട്ടിയ സമയത്ത് അവരത് നൈസായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടെ അത് പൂട്ടിച്ചു കൊടുത്തു. പിന്നെ ആ കാര്യത്തിലൊക്കെ ആ പാർട്ടി ഒന്നും ഇല്ല കേട്ടോ. പൂട്ടിക്കുന്ന കാര്യത്തിലൊക്കെ എല്ലാ പാർട്ടിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അവർക്ക് എതിരെ അഭിപ്രായമൊന്നുമില്ല. എന്നാലും മെയിനായിട്ട് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് അതിന് മുൻകൈ എടുത്തതെന്നാണ് അറിഞ്ഞത്. പക്ഷെ ആ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടാണ് എന്തായാലും. എല്ലാ പാർട്ടിയും കൂടി എതിരാണ്. അതായത് അവിടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചാണ് 2020 എതിരെ നിൽക്കുന്നത്. എന്നിട്ടും തോറ്റുപോയി. അതാണ് അവസ്ഥ. അപ്പൊ അതങ്ങനെയൊക്കെയാണ് അവിടെ. അപ്പം അവർക്ക് ഭരണം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല.
അപ്പൊ ഈ 2020 ഞാൻ സപ്പോർട്ട് ചെയ്യണത് അത് തുടങ്ങിയ സമയം തുടങ്ങി 2020 രൂപം പെട്ട സമയം തുടങ്ങി എനിക്ക് ആ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടാണ് പോകുന്നത്. അതിന്റെ കാരണം എന്റെ വൈഫ് ഹൗസ് ഈ കിഴക്കമ്പലത്താണ്. അപ്പൊ ഈ കിഴക്കമ്പലത്ത് വൈഫ് ഹൗസ് ഉള്ളതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പോകാറുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ പോകുമ്പോ ഈ 2020 രൂപം കൊള്ളണതിന് തൊട്ട് മുമ്പാണ് ഞങ്ങളുടെ കല്യാണം. അപ്പൊ അതുകൊണ്ട് തന്നെ പോകുമ്പോ ഈ വളർച്ച, ഈ കിഴക്കമ്പലം ആ പ്രദേശത്തിന്റെ വളർച്ച ശരിക്കും നോക്കി കണ്ട ഒരാളാണ് ഞാൻ. കൊതിയോടെ നോക്കി കൊണ്ട ഒരാളാണെന്ന് പറഞ്ഞേണ്ടി വരും. കൊതിയോടും അത്ഭുതത്തോടും ഒക്കെ കൂടെ തന്നെ നോക്കി കണ്ടതാണ്. ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഒരു കാറ് കഷ്ടി പോണ വഴിയൊക്കെ ഇപ്പൊ 2 ടിപ്പർ വട്ടം വീണാലും കുഴപ്പമില്ലാത്ത ടൈപ്പുള്ള നല്ല കണ്ടീഷൻ ടാറിങ് ഉള്ള, അതായത് റോഡിന്റെ ഒക്കെ നിലവാരം NH പോലത്തെ ടാറിങ് ആണ്. ഇത് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. എന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട്. അതിന് ലിങ്ക് ചെയ്ത് എവിടെ കിടപ്പുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കയറി നോക്കിക്കോ. എന്തോരം മാറ്റങ്ങൾ, എന്തോരം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അവർ. അത്ര നല്ല രീതിയിൽ അതിനൊക്കെ ഇതുണ്ട്. കിറ്റക്സ് കമ്പനിക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതേ. നമ്മൾ ഈ കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കി ഈ രാഷ്ട്രീയ പാർട്ടിനെ ഒന്നും ശത്രുക്കളാക്കേണ്ട ആവശ്യം ഒരു ബിസിനസ്സുകാരനും ഇല്ലെന്നേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാലോ, വെറുതെ കണ്ണടച്ചിട്ടാക്കേണ്ട ആവശ്യമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വല്ല നക്കാപ്പിച്ച, അതായത് ജനങ്ങൾക്ക് കൊടുക്കണ പ്രതി വെച്ച് നോക്കുമ്പോ ഇത് കോടികളും ഇതൊക്കെ ചെയ്ത് ഈ മാർക്കറ്റൊക്കെ തുടങ്ങണ നേരത്ത് അതിന്റെ പകുതി കാശ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളെ വേണമെങ്കിൽ MP MLA എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക പാർട്ടി, ഏത് പാർട്ടി ആയാലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴത്തേക്കും ഇയാൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വിശ്വസിക്കണത് രാഷ്ട്രീയ അടിമകൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. മര്യാദക്ക് ബോധമുള്ള ആരും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് നമ്മളുടെ എറണാകുളത്തും ചാലക്കുടിയിലും മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ഇവര് ജയിച്ചു വന്നാലുണ്ടല്ലോ, നമ്മൾ ഇത്രയും നാള് വോട്ട് ചെയ്തത് ശരിക്കും വേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ. നമ്മൾ ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ ഇത്രയും നാള് ഒന്നില്ലെങ്കിൽ നമ്മൾ കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ BJP ആയിരിക്കും വോട്ട് ചെയ്തത്. ഇത് നമുക്ക് വേസ്റ്റ് ആയിട്ട് അടിമകൾക്ക് അല്ലാതെ എല്ലാവർക്കും തോന്നും, എന്തിനാ ഇവനൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യമെന്ന് തോന്നും. അങ്ങനെ ഒരു തോന്നിപ്പ് 2020 ജയിപ്പിച്ചു വിട്ടുണ്ടാവൂല, ഉറപ്പാണ്. കാരണം പറഞ്ഞതുപോലെ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് 2020. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കാര്യത്തിൽ സംശയമുള്ള ആൾക്കാർ ഒന്ന് കിഴക്കമ്പലം വരെ പോയാൽ മതി. അവിടുത്തെ സംവിധാനം എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയണത്. ഇപ്രാവശ്യം ഇവരെ ജയിപ്പിക്കാൻ സാധിച്ച ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കോട്ടെ എറണാകുളം ചാലക്കുടി മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ചരിത്രപരമായ നേട്ടം തന്നെ ആയിരിക്കും. നാളെ ഒരു ദിവസം കേരളം 2020 ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കിഴക്കമ്പലം പഞ്ചായത്ത് എങ്ങനെ ഇരുന്നേച്ച് ഇപ്പൊ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ കേരളവും നല്ല ഒരു ഉയർച്ചയിലേക്ക് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ഒരു കൊടിയുടെയും ഒരു നിറത്തിന്റെയും ഒരു നേതാവിന്റെയും അടിമയല്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഓരോരുത്തരോടും ആശംസിക്കുകയാണ്. ഈ ഇലക്ഷൻ ഒരു നല്ല റിസൾട്ട് ജനങ്ങൾക്ക്, നാടിന്, ഇന്ത്യക്ക് ഒരു എനർജി തരുന്ന ഒരു തീരുമാനം ഓരോ വോട്ടർമാരും എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ജയ് ഹിന്ദ്.